കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി സലീം മുൻപും പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. 2022-ൽ ബന്ധുവായ ഒരു പെൺകുട്ടിയെ ആദൂർ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസുള്ളത്. സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് നടന്ന മോഷണ കേസിലും സലീം പ്രതിയാണെന്നറിയുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. അരുൺ പാറയ്ക്കലാണ്. അല്പനിമിഷങ്ങൾക്കകം പാറയ്ക്കൽ നമുക്കൊപ്പം ചേരും. യഥാർത്ഥത്തിൽ ഈ പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി മുമ്പും കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് അയാളെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. എസ് കെ എൻ ഗുഡ് മോർണിംഗ്. ഈ പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി PS സലീം മുൻപും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ കാസർഗോഡ് ജില്ലയിൽ, അതായത് 2022-ൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ഈ പ്രതി പിടിയിലായിട്ടുണ്ട്. അന്ന് ഇയാൾ 3 മാസത്തോളം ജയിലിൽ കടന്നിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ തന്നെ ബന്ധുവായ ആദൂർ സ്വദേശിയായ ഒരു പെൺകുട്ടിയെ ഇയാൾ കാട്ടിലേക്ക് സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോവുകയും അവിടെ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്തെന്നായിരുന്നു അന്നുണ്ടായിരുന്ന കേസ്. അന്നും ഇയാൾക്കെതിരെ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ പുതുതായി ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് ഈ പ്രതി പടന്നക്കാട് ഈ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തുന്നതിന് തൊട്ട് 2 ദിവസം മുൻപ് സമാനമായൊരു മോഷണ ശ്രമം ഉണ്ടായിരുന്നു ഈ പ്രതിക്കെതിരെ. ആ മോഷണ ശ്രമത്തിൽ അന്ന് മുക്കുബണ്ഡമായിരുന്നു ഈ പ്രതി മോഷ്ടിച്ചത്. പക്ഷേ പോലീസ് എത്തി ആ പ്രതിയുടെ രേഖാചിത്രമൊക്കെ വരച്ചിരുന്നു. അതിനുശേഷം ഈ പടന്നക്കാട് കേസിലും രേഖാചിത്രം വരച്ചപ്പോഴാണ് ഈ PS സലീമാണ് പ്രതി എന്ന പോലീസിന് ഏകദേശം ധാരണ കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിന് പുറകെ തന്നെ ഈ PS സലീമിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി കുടകിലേക്ക് മുങ്ങിയെന്ന് രക്ഷപ്പെട്ടു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും PS സലീം തന്നെയാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിച്ചു. പ്രതിയുടെ ചിത്രം ഉൾപ്പെടെ പോലീസ് പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഈ 32-അംഗ അന്വേഷണ സംഘവും ഉള്ളത്. കുടക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇയാൾ കുടക് സ്വദേശിയാണ്. പക്ഷേ കാഞ്ഞങ്ങാട് വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കിയ ഒരാളാണ്. ഈ പടന്നക്കാട്ടെ പെൺകുട്ടിയുടെ വീടിന് സമീപം തന്നെയാണ് ഈ PS സലീമിൻ്റെ വീടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ സലീം സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ വെച്ച് പീഡിപ്പിക്കുക, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുക എന്നത് ഇയാളുടെ ഒരു ശൈലിയാണ്. താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. നീതൂസ് പറയുന്ന SKN ഷെഫീദ് റാവത്തിനോട് ഒരു കാര്യം പറയണം. ഇന്നലെ പൊതുജനം കഴുതിയില്ല സാർ എന്ന പരിപാടിയിൽ വെള്ളക്കെട്ടിനെ കുറിച്ച് റിപ്പോർട്ട് പറഞ്ഞത് അത് കലക്കി, വെൽ സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതൊക്കെ ശരിയാണ്. നൈസ്, കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഷെഫീദ് റാവത്ത് ഇത് കേൾക്കുന്നുണ്ടാവും. ഈ അഭിനന്ദനം ഷെഫീദിന് കൈമാറുന്നു.